ഹേ ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറീസ് ഓഫ് അശ്വതി പ്രൊബൈൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സെൽഫ് കെയർ റൊട്ടീൻ, അതായത് സെൽഫ് കെയർ വ്ലോഗാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെർബൽ കച്ചണ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ തലയ്ക്ക് അപ്ലൈ ആക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ചപ്പൊക്കെ ഇത് കരിവേപ്പിലും ഇതിൽ എല്ലാം ഒരു ഇതിൻ്റെ ഫുൾ വീഡിയോ, ഈ ഒരു എണ്ണ ഉണ്ടാക്കി കാച്ചുന്ന ഫുൾ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ രാവിലെ ഇന്ന് ലീവായതുകൊണ്ട് അച്ഛൻ തലയ്ക്ക് എണ്ണ ഇട്ട് കുറച്ച് മസാജ് ആക്കി തരാൻ പറഞ്ഞപ്പോൾ അച്ഛനാക്കി തരുവാണ്. കേൾക്കണ ഇങ്ങനെ സ്നേഹമുള്ള അച്ഛൻ എവിടെയും കിട്ടുമോ? ഇത് വല്യമ്മ പപ്പൻ്റെ ചേട്ടൻ്റെ ഭാര്യ. അപ്പോൾ വല്യമ്മ എനിക്ക് കാച്ചി തന്ന എണ്ണയാണ്. അപ്പോൾ അതിൽ കുറേ ഹെർബൽ പ്ലാന്റ്സ് ഒക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒക്കെ ഇട്ടിട്ട് കഞ്ഞുണ്ണി, കട്ടാർവാഴ, വാടാവള്ളി, നെല്ലിക്ക, അങ്ങനെ പിന്നെ ഈ കരിയാപ്പില, അങ്ങനെ കുറേ ഹെർബൽ പ്ലാന്റ്സ് ഒക്കെ ഇട്ടിട്ട് ഒരു കാച്ചുന്ന എണ്ണയാണ്. ഞാൻ കാണിച്ചു തരാം. അത് ഒരു ബോട്ടിലാക്കിയിട്ട് മന്ത്ലി ട്വൈസ് ആണെങ്കിലും ഞാൻ എന്താക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ കാച്ചിട്ട് വന്നിട്ട് ഒരു 2-3 months or 4 months എണ്ണ കാച്ചി ഇവിടെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ട് ഞാൻ കാച്ചിട്ട് ഞാൻ അതിലേക്ക് തന്നെ ആഡ് ആക്കും. എന്നിട്ട് മിക്സ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ കൂടുതലാക്കാറ്. പിന്നെ അവിടെ പോയാൽ അങ്ങനെ കാച്ചിട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് കുറേ ആയിന്ന് തോന്നുന്നു. അതിലേക്ക് ഞാൻ മിക്സാക്കി ഇട്ടുകൊണ്ടുണ്ടായതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ടി വിൻ്റെ മ്യൂസിക് ഓടുന്നുണ്ട്, അതാരും ശ്രദ്ധിക്കരുത്. ഞാൻ ഹെയർ കട്ടാക്കി അവിടെ നിന്ന് എനിക്ക് ഹെയർ വളരുന്നില്ല ഗൈസ്, എന്താണെന്നറിയില്ല. കട്ടാക്കിയ ആളെ പ്രശ്നമാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ഇന്ന് 2 ദിവസമായി നല്ല തലവേദന. അപ്പോൾ ഒന്ന് എണ്ണ ഇട്ട് നല്ലോണം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ക്ലിപ്പിട്ട് ഇത് ഇവിടെ ഈ സാധനം കൂടി കൂട്ടുക. അപ്പോൾ എണ്ണ ഇട്ട് കഴിഞ്ഞു കഴിച്ചു. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തലയ്ക്ക് എണ്ണ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ചൂടായിട്ടുണ്ടോ? അപ്പോൾ ഒരു 2 hours. ഇപ്പോൾ സമയം 8:10. ഇനി ഒരു 10:10 കുളിക്കാൻ പോകും. അതിനേക്കാളും മുമ്പേ നമുക്ക് കുറച്ച് ഫേസ് പാക്ക് റെഡിയാക്കാം. ഓക്കെ, കമോൺ. അപ്പോൾ ഒരു ചെറിയ ബൗളെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കാപ്പിപ്പൊടി, നിങ്ങൾക്ക് ഏത് കാപ്പി, ഇൻസ്റ്റൻറ്റോ അതോ കുത്തിപ്പൊടിച്ചതോ, അങ്ങനെ വല്ല കാപ്പിപ്പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതും പിന്നെ പൊടിച്ച് അരിച്ച് വെച്ച് അരിപ്പൊടി, ഇത് കുറച്ച് കൂടിപ്പോയി, സാരമില്ല, അരിപ്പൊടി ഇടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തേന്, നിങ്ങൾക്ക് എത്രയ്ക്കും തേന് വേണം അത്രയ്ക്കും തേന് ഫേസിലേക്ക് ഈ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അപ്പോൾ ഞാനിവിടെ ഈ ഒരു റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റോസ് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ടൈപ്പ് നിങ്ങൾ യൂസ് ആക്കുന്ന ഏത് റോസ് വാട്ടർ ആണെങ്കിലും ആഡ് ചെയ്യാം. ഇത് ടാൻ റിമൂവിങ് ഒരു ഫേസ് പാക്കാണ്. ഓക്കെ, എനിക്കിത് ഓക്കെയാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, താഴേക്കായി ബെറ്റർ ഈ റോസ് വാട്ടറിൽ തന്നെ ഈ ഒരു മിക്സ്ചർ റെഡിയാക്കാൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ബട്ട് ഞാൻ റോസ് വാട്ടർ കൂടിപ്പോയാൽ കഷ്ടം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യും. ഈ ഒരു ഇതിൽ തന്നെ ഞാൻ വെള്ളം എടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ആക്കാം. ഓക്കെ, എന്നിട്ട് ഇത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ഓക്കെ, മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം.
അപ്പോൾ കണ്ടില്ലേ ഈ ഒരു മിക്സ്ചർ. നിങ്ങൾക്ക് ഫേസ് പാക്കിൻ്റെ ഒരു രീതി അറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതി ഞാൻ തേൻ യൂസ് ആക്കിയിട്ടുള്ളത് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു തേനാണ് കേട്ടോ. ഐ മീൻ തേൻ കൂട് കെട്ടിയിട്ട് അതിന് പറിച്ചെടുത്ത് വെച്ചിട്ടുള്ള തേനാണ്. ഓക്കെ, അത് ലാസ്റ്റ് ഇയർ ആക്കിയ ഒരു തേനാണ്. ഓക്കെ, ലാസ്റ്റ് ഇയർ കിട്ടിയ ഒരു തേൻ, അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പിന്നെ അതിൽ ബ്രാൻഡഡ്സ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ലെഫ്റ്റ് ടു യു ഗൈസ്. അപ്പോൾ ഇത് ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ഐ ഷോ യു ദർ. അപ്പോൾ എൻ്റെ ഫേസ് കണ്ടില്ലേ, ഇതാണ് അവസ്ഥ തന്നെ. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നാലും ഞാൻ ഈ ഒരു പാക്ക് ഞാൻ വീക്ക്ലി വൺസ് ഞാനിത് അപ്ലൈ ചെയ്യാറുണ്ട് ഇപ്പോൾ. ഓക്കെ, ബിക്കോസ് എനിക്കിപ്പോൾ ഫേവറേറ്റ് ഒരു ഫേസ് പാക്ക് ആയി കാണുന്നു ഗൈസ്. അപ്പോൾ ഇതങ്ങനെ ഫേസിൽ മൊത്തം അങ്ങ് അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിലും ടൊമാറ്റോൻ്റെ പേസ്റ്റ്, തക്കാളി പേസ്റ്റും കൂടി നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ബ്രഷ് ഒന്നും യൂസ് ആക്കില്ല, ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ടാണ് ഇത് യൂസ് ആക്കുന്നത്. കൂടുതലും മറ്റേ എന്താ പറയുക, ഫാഷൻ ഷോ ഒന്നും കാണിക്കാൻ ഞാനില്ല. അപ്പം ഞാൻ ഫ്രീ ഉള്ള ദിവസമൊക്കെ ഞാൻ ഈ സാധനം ഇടാറുണ്ട്. വീക്കിലി ഇപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ വീക്ക്ലി ട്വൈസ് ആണെങ്കിലും അപ്ലൈ ചെയ്യാറുണ്ട്. എൻ്റെ പൂച്ചയാണ് ഗൈസ്, പൂച്ച ഒടുക്കത്തെ കുർത്തക്കുള്ള പൂച്ചയാണ് ഗൈസ്. എന്താടാ ഇതിപ്പോൾ കൂടുതലുണ്ട്, അപ്പോൾ ഇതെടുത്ത് വെച്ചാൽ ഞങ്ങൾക്ക് നാളെയും കൂടി യൂസ് ചെയ്യാം. അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇതിൽ. പിന്നെ നമ്മൾ ഈ തേങ്ങ അരച്ചി കൂട്ടുന്നില്ലല്ലോ അല്ലേ. അപ്പം ഇതിലങ്ങനെ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നാളെയും ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, എടുത്ത് വെച്ച് ഇനി അത് ഉണങ്ങിയിട്ട് ഫേസൊക്കെ ഉണങ്ങിയിട്ട് ഒരു 10:30 ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കുളിക്കാൻ പോകുന്ന മുമ്പ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് കുളിച്ച് കഴിഞ്ഞ് പിന്നെയും ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫേസ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇവിടെ മഴ ഇഷ്ടമല്ല എനിക്ക്. ഇങ്ങനെ ഈ മഴ ഇങ്ങനെ അടിച്ചുകൊണ്ടാകുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല, ഓൾ ദ സ്റ്റഫ്സ് അങ്ങനെ. അപ്പം കുളിച്ച് വന്നിട്ട് അപ്പോൾ ഫേസൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഇത് സമയം 10 മണിയാവാനായി. അപ്പോൾ നമുക്ക് പോയി ഇനി കുളിക്കാം. അപ്പോൾ ഞാൻ ഫേസിന് അപ്ലൈ ചെയ്യുന്ന സോപ്പും തലയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഷാമ്പും രണ്ടും കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഡവ് ഷാമ്പു ആണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 2 months to 3 months ആയിട്ടുണ്ടാവും ഞാൻ ഈ ഡവ് യൂസ് ആക്കാൻ സ്റ്റാർട്ടായിട്ട്. ഞാൻ ചെറുപ്പത്തിൽ നിന്ന്, അതായത് എൻ്റെ ഹെയർ ഗ്രോത്ത് ആയ അവിടെ നിന്ന് ഞാൻ ക്ലിനിക് പ്ലസ് ആയിരുന്നു ഉപയോഗിക്കുന്നുണ്ടായത്. പക്ഷേ ഞാൻ എൻ്റെ ഹെയർ കട്ടിന് ഞാൻ പോയപ്പോൾ ലാസ്റ്റ് 2 months ബിഫോർ അപ്പോൾ പറഞ്ഞു അത് യൂസ് ആക്കണ്ട, ഡാമേജ് ആവും ഹെയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താക്കി, ഡൗവിലേക്ക് മാറി. നല്ല സ്മെല്ലുള്ളൊരു സാധനം, എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതാണ് ഞാൻ 2 യൂസ് ആക്കുന്നുണ്ട്. കാരണം ഹെയറിൽ നല്ല ഓയിലുള്ളതുകൊണ്ട് എനിക്ക് 2 ഷാമ്പു വേണ്ടി വരും. അപ്പോൾ ദിസ് ഈസ് ദ ഷാമ്പു ദാറ്റ് ഐ യൂസ് ഫോർ മൈ ഹെയർ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ സോപ്പ് ദാറ്റ് ഐ യൂസ്. ചന്ദ്രയ്ക്കാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു 7th സ്റ്റാൻഡേർഡ് വരെ ഞാൻ മറ്റേ ജോൺസൺ ബേബി സോപ്പിലായിരുന്നു യൂസ് ആയിക്കൊണ്ട്. പിന്നെ മാറി 8th അങ്ങനെ 7th ആ ഒരു ടൈമിൽ നിന്ന് ഞാൻ ചന്ദ്രിക്കയിലോട്ട് മാറി ഒളിച്ചു. ഇതാണ് ദ സോപ്പ് ദാറ്റ് ഐ യൂസ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഓക്കെ, എന്നിട്ട് ഐ വിൽ സീ യു ഗൈസ്, ബൈ ബൈ. അങ്ങനെ കുളിച്ച് വന്നു ഗൈസ്. തലയിൽ ഞാൻ 2 ഷാമ്പു എടുത്തിട്ടല്ലേ പോയേ. അപ്പോൾ അവിടെ അച്ഛൻ ആ സമയത്ത് വന്നിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് എണ്ണ കുറച്ച് തലയിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു ഷാമ്പു എടുത്തിട്ട് അച്ഛൻ്റെ കയ്യിൽ വെച്ചു ഗൈസ്. അങ്ങനെ ഞാൻ ഒറ്റൊരു ഷാമ്പു വെച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ എണ്ണ കളഞ്ഞിട്ടുണ്ട്, പക്ഷെ കൂടുതൽ എണ്ണ കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ കണ്ടില്ലേ, ഞാൻ കുറച്ച് ഫ്രഷായി ഗൈസ്.
എന്തൊരു സുഖം കുളിച്ചപ്പോൾ. അങ്ങനെ ആയിട്ട് ഞാൻ കുളിക്കേണ്ടതൊന്നുമില്ല, ഞാൻ കുളിക്കാറൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഇന്നത്തെ ഒരു സെൽഫ് കെയർ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. അപ്പം കൂടുതലായിട്ട് എൻ്റെ സെൽഫ് കെയർ ഒന്നുമില്ല, ഇത് രണ്ടേ ഞാൻ ചെയ്യാറുള്ളൂ. അതായത് ഹെർബൽ ഓയിൽ, ഹോം മെയ്ഡ് ഹെർബൽ ഓയിൽ ഞാൻ തലയ്ക്ക് അപ്ലൈ ആക്കും. പിന്നെ അത് ഞാൻ അപ്ലൈ കാണിച്ച പോലെ തന്നെ ആ ഒരു ഫേസ് ക്രീം ഞാൻ അപ്ലൈ ആക്കും. കൂടുതൽ വേറെ ഒരു സാധനം ഞാൻ അപ്ലൈ ആക്കാറില്ല. പിന്നെ പുറത്ത് പോകുമ്പോൾ ഞാൻ ഫെയർ ആൻഡ് ലവ്ലി ക്രീം ഒന്ന് അപ്ലൈ ആക്കും, അത്ര തന്നെ. പിന്നെ ഈ മറ്റേ സൺസ്ക്രീമും കാര്യങ്ങളും ആ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്തില്ല, ഞാൻ അപ്ലൈ ആക്കുകയില്ല. കണ്ടോ എൻ്റെ പൂച്ചേൻ്റെ ശ്വാസം കണ്ടോ ഗൈസ്? എൻ്റെ 2 പൂച്ചക്കുട്ടികളാണ്. അപ്പം കൂടുതലായിട്ട് ഞാൻ ഡയറ്റ് പ്ലാനോ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളില്ല. നല്ല ഓയിൽ ഫുഡ് തിന്നുന്ന ഒരാളാണ്. പീരിയഡ്സിൻ്റെ ഒരു 2 ദിവസം മുമ്പേ എനിക്ക് കുറച്ച് പിമ്പിൾസ് വരും, 1-2 പിമ്പിൾസ് വരും, ദാറ്റ്സ് ഇറ്റ്. അല്ലാണ്ട് എനിക്ക് വേറെ യാതൊരു പ്രശ്നങ്ങളും വരാറില്ല. ഈ കുറേ ആൾക്കാരെ പോലെ കുറേ സ്കിൻ കെയർ റൊട്ടീനിലേക്ക് കുറേ സിറമും കാര്യങ്ങളും എന്തൊക്കെയോ ഒരു 5-6 സാധനം ഒറ്റയടിക്ക് രാവിലത്തേതും രാത്രിയുമായിട്ട് ഇടൽ ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ഇടലില്ല. കാരണം വെറുതെ വേസ്റ്റ് ഓഫ് ടൈം, പിന്നെ വേസ്റ്റ് ഓഫ് മണി എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി ഞാൻ യൂസ് ആക്കുമെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ എൻ്റെ ബഡ്ജറ്റിൽ എനിക്കതൊന്നും താങ്ങാൻ പറ്റില്ല. കാരണം അതുകൊണ്ട് ഞാൻ മേടിക്കാറില്ല. ഈ സൺസ്ക്രീമൊക്കെ 300-400 കൊടുത്ത് മേടിച്ചിട്ട് ഇട്ടിട്ട് പോകേണ്ട ഒരു കാര്യങ്ങളും ഇല്ലയെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് I'm not using it. അപ്പോൾ അത്രയേ ഉള്ളൂ. If you like the video, do subscribe my channel and support me. So this is me, Ashadi Prabhakaran, signing off. Thank you for watching. See you soon.